റയാൻ, മെഡിക്കൽ കോളേജിൽ വിജിലൻസ് പരിശോധന എന്ന വിവരം വരുന്നു. മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇക്ബാൽ, ഏത് വിഷയത്തിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം? പരിശോധന ഏത് രീതിയിലാണ്? വിനിത, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ പ്രത്യേക വിജിലൻസ് സംഘം പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജ് ഡയറക്ടറുടെ ഓഫീസ് മുറിക്കകത്താണ്. ഡയറക്ടറുടെ മൊഴി ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ക്രമക്കേടുകൾ സംബന്ധിച്ച് നിരവധി പരാതികൾ വിജിലൻസിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന എന്നാണ് വിജിലൻസ് ഓഫീസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കെട്ടിട നിർമ്മാണത്തിൽ, അതുപോലെ തന്നെ ജീവനക്കാരുടെ നിയമനത്തിൽ ഉൾപ്പെടെ ക്രമക്കേട് നടന്നു എന്ന രീതിയിലുള്ള നിരവധി പരാതികൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. വിജിലൻസിന് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പരാതികൾ കിട്ടിയിരുന്നു എന്നാണ് ലഭ്യമാവുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക വിജിലൻസ് സംഘം പാലക്കാട്ടേക്ക് എത്തുകയും പിന്നീട് പാലക്കാട് നിന്നുള്ള വിജിലൻസ് സംഘത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് എത്തി ഈ പരിശോധന നിലവിൽ ഇപ്പോൾ തുടരുന്നത്. കൂടുതൽ കാര്യങ്ങൾ, രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഡയറക്ടർമാരുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള അധ്യാപകരുടെയും മറ്റുള്ളവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തേണ്ടത്. ആ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോഴും ഈ വിജിലൻസ് പരിശോധന പാലക്കാട് മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് ഡയറക്ടറുടെ ഓഫീസ് മുറിക്കകത്താണ് ഇപ്പോൾ വിജിലൻസ് സംഘം ഉള്ളത്. തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ള പ്രത്യേക വിജിലൻസ് സംഘമാണ് ഇപ്പോൾ ഡയറക്ടറുടെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ് വിവരങ്ങൾ ശേഖരിക്കുക. ഏതായാലും ക്രമക്കേട് പരാതി ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ